നമ്മൾ നോക്കാൻ പോകുന്നത് വെക്റ്റർ സ്പേസ് എന്താണ്, നോംസ് ആൻഡ് യൂണിറ്റ്സ് ഓഫ് വെക്റ്റേഴ്സ്, ഡോട്ട് പ്രൊഡക്റ്റ് ബിറ്റ്വീൻ വെക്റ്റേഴ്സ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെക്റ്റേഴ്സ്. വെക്റ്റർ സ്പേസിൽ വി എന്ന് പറയുന്നത് വെക്ടറാണ്, ആർ എന്ന് പറയുന്നത് നമുക്കൊരു ഡയമെൻഷൻ എന്ന് പറയാം. ആർ എൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആറ് 2 ആണെങ്കിൽ 2 ഡയമെൻഷൻ ആയിരിക്കും, ആറ് 3 ആണെങ്കിൽ 3 ഡയമെൻഷൻ ആയിരിക്കും. നോംസ് എന്ന് പറയുന്നത് നമുക്കൊരു ഇതിൻ്റെ എന്താ പറയുക ഡിസ്റ്റൻസ്, ക്വാണ്ടിറ്റി ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നോംസ് ഉപയോഗിക്കുന്നത്. ഡിഫറെൻറ്റ് നോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ലീഡിയൻ നോംസ് ഉണ്ട്, മാൻഹാട്ടൻ നോംസ് ഉണ്ട്, ഇൻഫിനിറ്റി നോംസ് ഉണ്ട്. ഇതിനൊക്കെ യൂണിറ്റ് ഉണ്ട്, യൂണിറ്റ് ഡെഫിനിഷനും ഉണ്ട്. അപ്പോൾ ഇതും ഈ സെയിം നോംസ് തന്നെയാണ് പറയുന്നത്. പിന്നെ ഡോട്ട് പ്രൊഡക്റ്റ് ബിറ്റ്വീൻ വെക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വെക്ടറിൻ്റെ വാല്യൂ മറ്റൊരു വെക്ടറിൻ്റെ വാല്യൂ തമ്മിലുള്ള അതിൻ്റെ ആ വാല്യൂ കണക്കാക്കുന്നതാണ് അതിൻ്റെ ഒരു ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ട് വെക്ടറുകളുടെ ഡിസ്റ്റൻസ് കാണുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്, മാൻഹാട്ടൻ ഡിസ്റ്റൻസ്, പിന്നെ മാക്സിമം ഡിസ്റ്റൻസ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ നോംസിൽ നമ്മളിപ്പോൾ വെക്ടറിൽ R2 ആണെങ്കിൽ അത് 2 ഡയമെൻഷൻ ആയിരിക്കും. അത് സ്ക്വയർ റൂട്ട് ഓഫ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ. നമ്മളിത് ഫസ്റ്റത്തെ നോക്കി കഴിഞ്ഞാൽ ബ്ലൂ ആരോ ആണ് ഇതിൻ്റെ വെക്ടർ, അതിൽ താഴത്തെ V1, പിന്നെ എക്സിൽ നിന്ന് മുകളിലോട്ടുള്ള വരെയാണ് V2. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ലൈനിൽ നോക്കുക, വെക്ടർ R3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡയമെൻഷനാണ്. സ്ക്വയർ റൂട്ട് ഓഫ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് V3 സ്ക്വയർ. ഇതിൽ 3 ഡയമെൻഷനിലാണ് കാണുന്നത്. നമുക്ക് ഈ 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ നമുക്കിതിൽ പിക്ചർ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ മൾട്ടിപ്പിൾ ഡയമെൻഷനിലുള്ള സ്ക്വയർ റൂട്ട് ഓഫ് വി വാല്യൂസിൻ്റെ സ്ക്വയേഴ്സാണ്, ടോട്ടൽ വി വാല്യൂസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സ്ക്വയർ റൂട്ടായിട്ട് കണ്ടിട്ടാണ് ഈ വെക്ടർ നോംസ് ഓഫ് വെക്ടേഴ്സ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ ഒരു എക്സാമ്പിളാണ്. പിന്നെ ഇതിൽ നെഗറ്റീവ് വാല്യൂ ആണെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ സ്ക്വയർ റൂട്ട് കാണുന്നതുകൊണ്ട് ഇത് നെഗറ്റീവ് വാല്യൂ ആയാലും കുഴപ്പമില്ല. ഈ നോംസ് ഓഫ് വെക്ടർ കണ്ടില്ലേ, ഇതൊരു യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് R എന്ന് പറയുന്ന ഡയമെൻഷനാണ്, റിയൽ വാല്യൂ ഡയമെൻഷനാണ്. അത് R വാല്യൂ എത്രയാണെങ്കിൽ അത്രയും ഡയമെൻഷൻസിൽ അത് ഉണ്ടാവും. അപ്പോൾ V ഡിവൈഡഡ് ബൈ നോംസ് ഓഫ് V, അതാണ് ഈ യൂണിറ്റ് വെക്ടർ. അപ്പോൾ യൂണിറ്റ് വെക്ടറിൽ നമുക്ക് R2 എന്ന് പറയുമ്പോൾ IJ എന്ന് പറയാം. ഐയിൽ 1.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും, ജെയിൽ 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനിലാണ്. അപ്പോൾ R3 ആണെങ്കിൽ എന്ത് പറയും, ഐയുടെ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, Z ഡയറക്ഷൻ. അതുപോലെ തന്നെ ജെയിലും കെയിലും അങ്ങനെയൊക്കെ തന്നെ. ഇത് വളരെ സിമ്പിളാണ്. ഈ ഡോട്ട് പ്രോഡക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ U എന്ന് പറയുന്നതും V എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കാണുന്നത് എങ്ങനെയാണെന്നാണ് കാണുന്നത്. അപ്പോൾ U ഡോട്ട് V ഈസ് ഈക്വൽ ടു നോം U ആൻഡ് നോം V കോസ് സൈൻ ഓർ കോസ് തീറ്റ U ഡോട്ട് V ഡിവൈഡഡ് ബൈ നോം U ആൻഡ് നോം V. അപ്പോൾ ഡിസ്റ്റൻസ് പ്രൊഡക്റ്റ് എന്താ പറയുക, U വെക്ടറും V വെക്ടറിൻ്റെയും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു U മൈനസ് V ഈക്വൽ ടു അത് നോം U ആൻഡ് നോം V ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് U1 മൈനസ് V1 സ്ക്വയർ പ്ലസ് U2 മൈനസ് V2 സ്ക്വയർ പ്ലസ് അങ്ങനെ പ്ലസ് n വാല്യൂ. ഈ ഡോട്ട് പ്രൊഡക്റ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഡെഫിനേഷൻസ് ആണ് നമ്മൾ ഈ സ്ലൈഡിൽ നോക്കുന്നത്. നമ്മൾ നേരത്തെ സെക്ഷനിൽ നമ്മൾ കവർ ചെയ്താണ്. നമ്മളിപ്പോൾ ഒരു ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫോർമുലാസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ U V എന്നുള്ളതൊക്കെ വെക്ടർ സ്പേസ് ആണ്. പിന്നെ WRN എന്ന് പറയുന്നത് റിയൽ വേരിയബിൾ ആണ്, K സ്കെയിലറാണ്. ഇതാണ് ഈ സെക്ഷനിൽ നമ്മൾ പഠിച്ചത്. താങ്ക് യു.